ഹായ്, വെൽക്കം ടു ലെക്ചർ നോട്ട്സ് ബൈ ആദി. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഇ.ഡി. 2-ാം നൂറ്റാണ്ടിൽ, ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന ചേരരാജാവിന്റെ സഹോദരനായ ഇളങ്കോ അടികൾ രചിച്ച ഒരു ഇതിഹാസമുണ്ട്, സിലപ്പതികാരം. ചിലമ്പിന്റെ അധികാരം എന്നർത്ഥം വരുന്ന ഈ കൃതിയിലെ നായിക കണ്ണകിയുടെ കഥ കേവലം ഒരു പ്രണയകഥയല്ല, മറിച്ച് അനീതിക്കെതിരെ ജ്വലിച്ച ഒരു അഗ്നിപർവ്വതത്തിന്റെ കഥയാണ്. കാവേരിപുമ്പട്ടിനം എന്ന മനോഹരമായ നഗരത്തിലാണ് കണ്ണകിയും അവളുടെ ഭർത്താവ് കോവലനും ജീവിച്ചിരുന്നത്. സന്തുഷ്ടമായ അവരുടെ ജീവിതത്തിലേക്ക് മാധവി എന്ന നർത്തകി കടന്നുവന്നതോടെ എല്ലാം മാറിമറിഞ്ഞു. മാധവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ കോവലൻ തന്റെ സമ്പാദ്യമെല്ലാം അവൾക്കായി ചിലവഴിച്ചു. അവസാനം ഒന്നുമില്ലാത്തവനായി പശ്ചാത്താപത്തോടെ അവൻ കണ്ണകിയുടെ മുന്നിൽ തിരിച്ചെത്തി. അവിടെയാണ് കണ്ണകിയുടെ അസാമാന്യമായ മനക്കരുത്ത് നാം കാണുന്നത്. തന്നെ വഞ്ചിച്ച ഭർത്താവിനെ അവൾ വെറുത്തില്ല, പകരം അവനെ ചേർത്തുപിടിച്ചു. പുതിയൊരു ജീവിതം തുടങ്ങാനായി തന്റെ അവസാന സമ്പാദ്യമായ രത്നങ്ങൾ നിറഞ്ഞ ചിലമ്പ് അവൾ അവന് ഊരി നൽകി. ആ ചിലമ്പ് വിൽക്കാനായി അവർ മധുര നഗരത്തിലെത്തി. എന്നാൽ വിധി അവിടെ ഒരു കെണിയൊരുക്കിയിരുന്നു. പാണ്ഡ്യരാജ്ഞിയുടെ ചിലമ്പ് അപ്പോഴാണ് മോഷണം പോയത്. കൊട്ടാരത്തിലെ തട്ടാൻ തന്റെ മോഷണം മറക്കാൻ നിരപരാധിയായ കോവലനെ കള്ളനാക്കി ചിത്രീകരിച്ചു. കാര്യങ്ങൾ അന്വേഷിക്കാതെ പാണ്ഡ്യരാജാവായ നെടുഞ്ചെഴിയൻ കോവലനെ വധിക്കാൻ ഉത്തരവിട്ടു. തെരുവിൽ തന്റെ ഭർത്താവ് രക്തം വാർന്നു കിടക്കുന്ന വാർത്തെറിഞ്ഞ കണ്ണകി തകർന്നുപോയില്ല, പകരം അവളിലെ വിപ്ലവകാരി ഉണർന്നു. അഴിച്ചിട്ട മുടിയും കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പുമായി അവൾ രാജസദസ്സിലേക്ക് പാഞ്ഞെത്തി. ഒരു സാധാരണക്കാരിയായ സ്ത്രീ അക്കാലത്തെ ഏറ്റവും കരുത്തനായ രാജാവിനെ വിറപ്പിച്ചുകൊണ്ട് ചോദിച്ചു, "എന്റെ ഭർത്താവ് എന്ത് തെറ്റാണ് ചെയ്തത്?" രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കണ്ണകി തന്റെ ചിലമ്പ് നിലത്തെറിഞ്ഞ് ഉടച്ചപ്പോൾ അതിൽ നിന്ന് ചുവന്ന മാണിക്യക്കല്ലുകൾ തെറിച്ചു വീണു. തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ രാജാവ്, "ഞാനല്ലേ കള്ളൻ, ഞാനാണോ രാജാവ്?" എന്ന് വിലപിച്ച് സിംഹാസനത്തിൽ മരിച്ചു വീണു. പക്ഷേ കണ്ണകിയുടെ ക്രോധം അവിടെയും അടങ്ങിയില്ല. അനീതിക്ക് കൂട്ടുനിന്ന മധുര നഗരം വെന്തുപോകട്ടെ എന്ന് അവൾ ശപിച്ചു. കണ്ണകിയുടെ മനോബലത്തിന് മുന്നിൽ ആ നഗരം അഗ്നിക്കിരയായി. പിന്നീട് അവൾ ചേരനാട്ടിലേക്ക്, ഇന്നത്തെ കേരളം, വരികയും അവിടെ വച്ച് സ്വർഗാരോഹണം ചെയ്തു എന്നുമാണ് വിശ്വാസം. ഈ കഥയുടെ സ്മരണയ്ക്കായി ചേരരാജാവായ ചെങ്കുട്ടുവൻ നിർമ്മിച്ചതാണ് കൊടുങ്ങല്ലൂരിലെ പ്രശസ്തമായ ക്ഷേത്രം. സഹനം ശക്തിയായി മാറുന്ന കണ്ണകിയുടെ ഈ കഥ ഇന്നും നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: അനീതി എത്ര വലുതായാലും സത്യത്തിന് മുന്നിൽ അത് തോറ്റുപോവുക തന്നെ ചെയ്യും.